വെൽക്കം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നീറ്റ് ക്വസ്റ്റ്യൻസ്, നീറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള നല്ല മോഡൽ 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്പർ 1-2 എന്ന് ഞാൻ പറഞ്ഞത് 1-2 അല്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്പർ ഒന്നും ഞാൻ എണ്ണിയിട്ടില്ല. നമുക്ക് എത്രണ്ണം ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്ക് ചെയ്യാം. അപ്പോൾ ഓപ്പൺലി പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് ആദ്യം പ്ലാൻ ചെയ്തത് ഒരു ഫോർമുല റിവിഷൻ പോലെ ഒരു വീഡിയോ ചെയ്താലോ എന്നാണ്. പക്ഷേ ഈ ഒരു പോയിന്റിൽ, അതായത് എക്സാം വളരെ അടുത്ത് നിൽക്കുന്ന ഈ ഒരു പോയിന്റിൽ ഫോർമുലയൊക്കെ ഞാൻ വെറുതെ റിവൈസ് ചെയ്ത് നിങ്ങളുടെ 10 മിനിറ്റ് കളയുന്നതിനേക്കാളും കുറച്ച് പ്രോബ്ലം ചെയ്താൽ ആ പ്രോബ്ലം ചെയ്യാനുള്ള ഐഡിയ എങ്ങനെയാണ് എന്ന് മനസ്സിലാവും. അപ്പൊ അതായിരിക്കും കൂടുതൽ നല്ലത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. JEE മെയിൻ എക്സാമിനും ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും കണ്ടിരുന്നാൽ ഉപകാരപ്രദമായിരിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇതൊരു ചോദ്യം എന്നതിലുപരി ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് എന്ന് വേണമെങ്കിൽ കൂട്ടിക്കോളൂ. ലൂപ്പിംഗ് ദി ലൂപ്പ് എന്ന് പറയും. അതായത് മിനിമം വെലോസിറ്റി റിക്വയർഡ്, what is the minimum velocity with which a body of mass m must enter a vertical loop of radius r so that it can complete the loop. അതാണ് ചോദ്യം. അതായത് നമ്മുടെ കയ്യിൽ ഒരു ലൂപ്പ് ഉണ്ട്. ലൂപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും ലൂപ്പ്. ഓക്കെ, അതിനകത്തേക്ക് ഒരു ബോഡി വന്ന് കയറുകയാണ്. ഓക്കെ, നിങ്ങൾ മരണക്കിണറൊക്കെ കണ്ടിട്ടുണ്ടോ? ഈ അമ്പലത്തിലെ ഉത്സവത്തിനൊക്കെ ചിലപ്പോൾ വരും, വലിയ അമ്പലങ്ങളൊക്കെ ആണെങ്കിൽ. അപ്പൊ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും, ബൈക്കും കാറും ഒക്കെ അതിന് ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങും. ഇത് കണ്ടപ്പോൾ അത് ഓർമ്മ വന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഹിൽ ക്ലൈംബ് റേസിംഗ് കളിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, അതിനകത്ത് ഒരു ലെവലുണ്ട് ഇതേപോലെ ഒരു സാധനത്തിൽ കയറുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, ഇവിടം വഴി എത്ര വെലോസിറ്റിയിൽ വന്നാലാണ് ഈ ഫുൾ ലൂപ്പ് കവർ ചെയ്യാൻ സാധിക്കുക എന്നതാണ് ചോദ്യം. ഓക്കെ, എത്ര വെലോസിറ്റിയിൽ വന്നാലാണ് ഫുൾ ലൂപ്പ് കവർ ചെയ്യാൻ സാധിക്കുക നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ അറിയേണ്ടുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ബോഡി ഇവിടെ എത്തുമ്പോൾ, ഈ ഒരു പോയിന്റ് ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ അതിന്റെ നോർമൽ റിയാക്ഷൻ 0 ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ്. ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഏക ഫോഴ്സ് അല്ല, സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ടുള്ള mv²/r, mv ടാൻജൻഷ്യൽ സ്ക്വയർ/r ഡിവൈഡഡ് ബൈ അല്ല, താഴേക്ക് mg, ഇത് രണ്ട് മാത്രമായിരിക്കണം ഇതിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോ നോർമൽ റിയാക്ഷൻ 0 ആയിരിക്കണം. അപ്പൊ mv ടാൻജൻഷ്യൽ സ്ക്വയർ/r ഈക്വൽ ടു mg. അപ്പോ vt² എന്ന് പറയുന്നത് gr എന്ന് നമുക്ക് കിട്ടണം. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ എനർജി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. വന്ന് കയറുമ്പോ ഇവനുള്ള എനർജി എത്രയാണ്? കൈനറ്റിക് എനർജി മാത്രമാണ്. അപ്പൊ ഹാഫ് m v ഇനീഷ്യൽ, അതിനെ നമുക്ക് v² എന്ന് കണക്കാക്കാം. v ആണ് നമുക്ക് വേണ്ടത്. ഇതാണ് ഇനീഷ്യൽ എനർജി. ഈ ഇനീഷ്യൽ എനർജി ഇവിടത്തെ എനർജിയുമായിട്ട് ഈക്വൽ ആയിരിക്കണം. കാരണം എന്താ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. അപ്പോൾ അവിടുത്തെ എനർജി പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. ഹാഫ് m v ടാൻജൻഷ്യൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ gr ആണ്, പ്ലസ് ഇനി പൊട്ടൻഷ്യൽ എനർജി എത്ര? ടോട്ടൽ ഹൈറ്റ് എത്രയാണ്? ഇവനും ഈ പോയിന്റും തമ്മിൽ 2r അല്ലേ? പൊട്ടൻഷ്യൽ എനർജി mgh ആണ്, mg2r. അപ്പൊ 2mgr. ഓക്കെ, ഇനി ഇതിൽ നിന്ന് v കണ്ടുപിടിച്ചാൽ മതി. ഹാഫ് നമ്മളിപ്പോ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ 4 എന്ന് വരും. m വെട്ടിക്കളയാം. v² ഈക്വൽ ടു gr പ്ലസ് 4gr, 5gr. v ഈക്വൽ ടു √5gr. ഓക്കെ, ഇതാണ് മിനിമം വെലോസിറ്റി റിക്വയർഡ് ഫോർ ലൂപ്പിംഗ് ദി ലൂപ്പ്. ഇപ്പൊ √5gr വെലോസിറ്റിയിൽ കൂടുതൽ വന്നാൽ പോലും ലൂപ്പ് ചെയ്യാൻ പറ്റും. മിനിമം ഇത്രയും വെലോസിറ്റിയിൽ വരണം. ഇത് ഡയറക്ട്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടോ? √5gr എന്ന് ഈ കോൺസെപ്റ്റ് നേരത്തെ അറിയാവുന്നവർക്കാണെങ്കിൽ ചുമ്മാ പോയി മാർക്ക് ചെയ്യാം. √5gr എന്ന് ചെയ്ത പോലെ നോക്കണ്ട. ഇനി ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് ഇത് സിംപ്ലിഫൈ ചെയ്ത് എടുക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. ഇഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് sum of two vectors is equal to magnitude of difference of two vectors, the angle between these vectors, അതായത് രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, a ബാറും b ബാറും എന്ന് എടുക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് a പ്ലസ് b ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് a മൈനസ് b എന്നാണ് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് a പ്ലസ് b എന്ന് പറഞ്ഞാൽ a² പ്ലസ് b² പ്ലസ് 2ab cos θ. ഇത് a² പ്ലസ് b² മൈനസ് 2ab cos θ. രണ്ട് റൂട്ടിനകത്താണ്. റൂട്ട് നമുക്ക് വെട്ടിക്കളയാം, പെട്ടെന്നുള്ള കാൽക്കുലേഷൻ ആണ്, കൂടെ പിടിച്ചോളൂ. അപ്പൊ എന്ത് വരും? 2ab cos θ ഈക്വൽ ടു മൈനസ് 2ab
കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ. അപ്പൊ തീറ്റ 0 ആണെങ്കിൽ മാത്രമല്ലേ ഇത് കോസ് തീറ്റ 0 ആണെങ്കിൽ മാത്രമല്ലേ ഇത് വാലിഡ് ആവും. അപ്പൊ തീറ്റ എന്ത് വരണം? തീറ്റ 90 ഡിഗ്രി വരണം. ഓക്കെ, അപ്പൊ അതാണ് ആൻസർ. ശരി, 90 ഡിഗ്രി ആവുമ്പോ എങ്ങനെ വരും? എയും ബി നമ്മളുടെ ആംഗിൾ ആണ് ഈ 90 ഡിഗ്രി എന്ന് പറയുന്നത്. ഇതാണ്, ഇത് എ, ഇത് ബി എന്ന് വിചാരിക്കാം. അപ്പൊ എ പ്ലസ് ബി ഇങ്ങനെ വരും. ഇനി എ മൈനസ് ബി ആണെങ്കിൽ അത് ഇങ്ങനെ വരും. ഇത്രയേ ഉള്ളൂ, മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണാം. ക്വസ്റ്റ്യൻ ഇതാണ്: ആൻ ഇൻഡക്ടർ 20 മില്ലി ഹെൻറി, എ കപ്പാസിറ്റർ 50 മൈക്രോ ഫാരഡ് ആൻഡ് എ റെസിസ്റ്റർ 40 ഓം. ഇവിടെ മൈക്രോ ഫാരഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്, 40 ഓം ആണ്. ആർ കണക്റ്റഡ് ഇൻ സീരീസ് അക്രോസ് എ സോഴ്സ് ഓഫ് EMF V equal to 10 sin 340t. The power loss in the AC circuit. ഇത് ഞാൻ മെത്തേഡ് പറഞ്ഞുതരാം, നിങ്ങൾ തനിയെ ചെയ്യൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇൻഡക്റ്റൻസ് ഉണ്ട്, എൽ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അവിടത്തെ ഇംപഡൻസ് കണ്ടുപിടിക്കണം. എക്സ് എൽ എന്ന് പറയുന്നത് എൽ ഇൻറ്റു ഒമേഗ. ഒമേഗ എങ്ങനെ കിട്ടും? 10 sin 340t ആണ് വി. എ സൈൻ ഒമേഗ ടി, അതാണ് വിയുടെ ജനറൽ ഫോമാറ്റ്. അപ്പൊ ഒമേഗയുടെ സ്ഥാനത്ത് 340 ആണ്. ഓക്കെ, അപ്പോ ഒമേഗ 340, എക്സ് എൽ എങ്ങനെ കണ്ടുപിടിക്കും? എൽ ഇൻറ്റു ഒമേഗ ചെയ്താൽ ഓക്കെ ആണ്. ഓക്കെ, എൽ ഇൻറ്റു ഒമേഗ കറക്റ്റ് യൂണിറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് എടുക്കാം. ഇനി എക്സ് സി എങ്ങനെ കണ്ടുപിടിക്കും? ഇൻഡക്റ്റൻസ് ഓഫേർഡ് ബൈ കപ്പാസിറ്റർ 1/ωc ആണ് ഇൻഡക്റ്റൻസ് ഓഫേർഡ് ബൈ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ 1/ωc, സിയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. എത്ര തന്നേക്കുന്നത്? 50 മൈക്രോ ഫാരഡ്. അപ്പൊ 50 × 10⁻⁻⁶ ഫാരഡ്. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യുക? എക്സ് സി കണ്ടുപിടിക്കുക. ഇനി റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് 3. ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇൻഡക്റ്റൻസ് അല്ല, ഇംപഡൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇംപഡൻസ് റിയാക്റ്റൻസ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. റിയാക്റ്റൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സ് എല്ലും എക്സ് സിയും. അപ്പൊ ഇത് 3ഉം സീരീസിൽ കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ 3 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്ന പോലെയുള്ളൂ എപ്പോ നമ്മൾ ഈ ഒമേഗ എല്ലും 1/ωc ആക്കി കഴിഞ്ഞാൽ. അപ്പൊ ഇനി ഇത് ജസ്റ്റ് ഇതിന്റെ റിസൾട്ടന്റ് സംഗതി Z ഈക്വൽ ടു ഇംപഡൻസ് ട്രയാങ്കിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. R XL മൈനസ് XC Z. ഇപ്പൊ ഈ Z എന്ന് പറഞ്ഞാൽ √R² പ്ലസ് XL മൈനസ് XC സ്ക്വയർ. ഇതാണ് Z. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. R ന്റെ വാല്യൂ അറിയാം, XL കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, XC കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ടേൺസ് ഔട്ട് ടു ബി √4304 എന്ന് വരും. കാൽക്കുലേഷൻ ചെയ്യാനുള്ള മടി കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പൊ ഇത് ആൻസർ ഇത് വരും എന്തായാലും. ഓക്കെ, ഇനി പവർ ആണ് ചോദ്യം. പവർ എന്ന് പറഞ്ഞാൽ IRMS² ഇൻറ്റു R. ഇതാണ് പവർ. IRMS എന്ന് പറഞ്ഞാൽ VRMS ഡിവൈഡഡ് ബൈ Z ദി ഹോൾ സ്ക്വയർ ആണ് ഇൻറ്റു R. ഓക്കെ, ഇനി VRMS എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് 10 sin 340t. ഇതാണ് മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ്. RMS വാല്യൂ ആവുമ്പോൾ 10 ഡിവൈഡഡ് ബൈ √2 വരും. ഓക്കെ, VRMS is equal to Vmax by √2 ഡിവൈഡഡ് ബൈ Z, ഈ സാധനം സ്ക്വയർ ഇൻറ്റു R 40. ഇത് ചെയ്താൽ ആൻസർ ആയി. ആൻസർ ഏകദേശം എത്ര വരും? 0.51 വാട്ട് എന്ന് കിട്ടും. അപ്പൊ തനിയെ ചെയ്ത് നോക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നമ്മൾ അതിന്റെ സൊല്യൂഷൻ PDF ആക്കിയോ എങ്ങനെയെങ്കിലും നമുക്ക് ഇട്ടേക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷന്റെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു കപ്പാസിറ്ററിന്റെ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരുന്നോളൂ. ഇപ്പൊ ഒരു വോൾട്ടേജ് സോഴ്സ് അവിടെ വെച്ചിട്ടുണ്ട്. ഒരു കപ്പാസിറ്റർ 2 മൈക്രോ ഫാരഡ് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 8 മൈക്രോ ഫാരഡ് ഉണ്ട്. ഓക്കെ, സംഗതി ഇങ്ങനെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ ആദ്യം സ്വിച്ച്
ഈ വിയുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. ഈ പിന്നെന്ത് സംഭവിച്ചു, ഈ സ്വിച്ചിനെ നമ്മൾ ഇത് പൊസിഷൻ 1 ഇത് പൊസിഷൻ 2, പൊസിഷൻ 2ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ പെർസെന്റേജ് ഓഫ് എനർജി ഡിസിപ്പേറ്റഡ് എത്ര എന്നാണ് ചോദ്യം. എ കപ്പാസിറ്റർ 2 mu farad is charged as shown. When the switch is turned to position 2, the percentage of its stored energy dissipated is എത്ര എന്നാണ് ചോദ്യം. കൂൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന എനർജി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഈ ഇനീഷ്യൽ എന്ന് പറയുന്നത് ഹാഫ് സി വി സ്ക്വയർ, എല്ലാവർക്കും അറിയേണ്ട ഇക്വേഷൻ ആണ്. ഹാഫ് സി എന്ന് പറയുന്നത് ഇവിടെ 2 ഇൻറ്റു വി സ്ക്വയർ, അതായത് വി സ്ക്വയർ തന്നെ വന്നു. സൂപ്പർ. ഈ ഫൈനൽ ഈ സ്വിച്ച് നമ്മൾ ഇങ്ങോട്ട് തിരിക്കുമ്പോ പിന്നെ ഈ വി എന്ന് പറയുന്ന ആളുടെ എഫക്റ്റ് അവിടെ ഇല്ല. ആകെ ഈ സർക്യൂട്ട് മാറുന്നത് ഇങ്ങനെയായോ, 2 8. ഇതാണ് ഇപ്പൊ ഈ സർക്യൂട്ട്. 2 ഡിസ്ചാർജ് ആവും, 8 കയറും, കപ്പാസിറ്ററിന്റെ ഓപ്പറേഷൻ. അപ്പൊ ഇപ്പോ നെറ്റ് കപ്പാസിറ്റൻസ് എത്ര, ഇവന്മാർ രണ്ടുപേരും സീരീസിലാണ്. അപ്പൊ സീരീസിൽ ഉള്ള രണ്ട് കപ്പാസിറ്ററിന്റെ ഇക്വലന്റ് എന്ന് പറയുന്നത് C1 C2 ബൈ C1 പ്ലസ് C2 അല്ലേ. കപ്പാസിറ്റർ സീരീസിലാണെങ്കിൽ ഇങ്ങനെ, കപ്പാസിറ്റർ പാരലലിലാണെങ്കിൽ ഡയറക്റ്റ് അഡീഷൻ, റെസിസ്റ്റർ സീരീസിലാണെങ്കിൽ ഡയറക്റ്റ് അഡീഷൻ, റെസിസ്റ്റർ പാരലലിലാണെങ്കിൽ ഇങ്ങനെ. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയേണ്ടതാണ്. C1 C2 ബൈ C1 പ്ലസ് C2. C1 C2 എത്ര 16, C1 പ്ലസ് C2 എത്ര 10, ആൻസർ 1.6. അപ്പൊ ഇതാണ് നെറ്റ് കപ്പാസിറ്റൻസ്. അപ്പൊ ഇപ്പൊ ഫൈനലി എന്തായി, ഹാഫ് സി വി സ്ക്വയർ, സി എഫക്റ്റീവ് ഇൻറ്റു വി സ്ക്വയർ, സി എഫക്റ്റീവ് 1.6 ഇൻറ്റു വി സ്ക്വയർ. ഓക്കെ, ഇതെന്തായി, അപ്പൊ 0.8 വി സ്ക്വയർ. ഇതാണ് ഫൈനൽ എനർജി, 0.8 വി സ്ക്വയർ. ഇനീഷ്യൽ എനർജി എത്ര ആയിരുന്നു, വി സ്ക്വയർ. അപ്പൊ എനർജി ഡിസിപ്പേറ്റഡ് എത്ര, ഇവരുടെ ഡിഫറൻസ് അല്ലേ, ഫൈനൽ മൈനസ് ഇനീഷ്യൽ അല്ലേ, 0.2 വി സ്ക്വയർ അല്ലേ. ഓക്കെ, അപ്പൊ ഡിസിപ്പേറ്റഡ് 20% എനർജി ഡിസിപ്പേറ്റ് ആയി മാറി. 0.2 എന്ന് പറഞ്ഞാൽ 20/100. ഓക്കെ, അതാണ് 20%. 100ൽ എത്ര എന്നാണ് പെർസെന്റേജ് എല്ലാവർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു. 0.2, 1ല് 0.2 ആണെങ്കിൽ 100ൽ എത്ര, 20. അതാണ് പെർസെന്റേജ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അപ്പോ മനസ്സിലായി എല്ലാവർക്കും, സംഗതിയൊക്കെ ഓക്കെ ആണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സെഷൻ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത സെഷനിൽ കാണുന്നവരെ ബൈ.